إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, മഹാനായ സ്വഹാബി അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഖർ അദ്ദൗസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുള്ള ഇമാം തിർമിദിയുടെ സുനനിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന സ്വഹീഹായ കുറ്റമറ്റ പരമ്പരയാൽ സ്ഥിരപ്പെട്ട വളരെ ഗൗരവമുള്ളൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ അഖ്തഅ ഖതീഅതൻ, ഒരടിമ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വിലക്കിയ ഒരു തിന്മ ചെയ്താൽ, ഒരു തെറ്റവനിൽ സംഭവിച്ചാൽ, നുഖിതത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ, അവന്റെ ഹൃദയത്തിൽ അതൊരു കറുത്ത പാടുണ്ടാക്കും. فإذا هو نزع واستغفر وتاب سقل قلبه, അത് തെറ്റാണെന്ന് അവൻ തിരിച്ചറിയുകയും ആ തിന്മയുടെ ഗൗരവം അവന് ബോധ്യപ്പെടുകയും അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും പാപമോചനം തേടുകയും പിന്നീട് ആ തിന്മയിൽ നിന്ന് വിരമിക്കുകയും ചെയ്താൽ സുഖില ഖൽബു, അവന്റെ ഹൃദയത്തിൽ ആ തിന്മ നിമിത്തം ഉണ്ടാക്കിയ പാടുണ്ടല്ലോ, ആ കറുത്ത പാട് അത് മാഞ്ഞു പോകും, അതില്ലാതാകും. വഇൻ ആദ സീദ ഫീഹാ ഹത്താ തഅലുവ ഖൽബഹു, എന്നാൽ തിന്മകളിൽ നിന്ന് തിന്മകളിലേക്കാണ് അവന്റെ സഞ്ചാരമെങ്കിൽ, തിന്മകൾ പ്രവർത്തിക്കുന്നു, തിന്മയാണെന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് വിടവാങ്ങാതെ തൗബ ചെയ്യാതെ പാപങ്ങൾ അവന്റെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിൽ കുമിഞ്ഞുകൂടിയാൽ സീദ ഫീഹാ ഹത്താ തഗ്ലുവ ഖൽബഹു, ഒരു തിന്മ പ്രവർത്തിച്ചാൽ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അവന്റെ ഹൃദയത്തിൽ അത് കറുത്ത പാടുണ്ടാക്കും. തിന്മകൾ വർദ്ധിക്കുന്തോറും ആ കറുത്ത പാട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹത്താ തഗ്ലുവ ഖൽബഹു, അങ്ങനെ അവന്റെ ഹൃദയം മുഴുവൻ
ആ കറുത്ത പാട് പടരുന്ന വിധത്തിൽ, അവന്റെ ഹൃദയം കരിക്കട്ടയാകുന്ന വിധത്തിൽ ആ ഹൃദയത്തിൽ ആ പാടാവരണം ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുതഫിഫീനിൽ പറഞ്ഞ ഹൃദയത്തിന് കറ ബാധിക്കുന്ന അവസ്ഥ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. സംശയം വേണ്ട, അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടിരിക്കുന്നു, അതിന് കറ ബാധിച്ചിരിക്കുന്നു. മാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ചു കൂട്ടിയത് കാരണത്താൽ, അവർ അവരുടെ കരങ്ങൾ കൊണ്ട് സമ്പാദിച്ച പാപക്കറകൾ നിമിത്തം അവരുടെ ഹൃദയം അടഞ്ഞുപോയിരിക്കുന്നു, ഹൃദയം നിർജീവമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഹൃദയം നന്നാകുന്നിടത്താണ് കാര്യം, ഖൽബ് വെട്ടിത്തിളങ്ങുന്നിടത്താണ് കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ, മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഒരു മാംസക്കഷ്ണമുണ്ട്, തുടിക്കുന്ന മിടിക്കുന്ന രക്തം നിറഞ്ഞു നിൽക്കുന്ന മാംസക്കഷ്ണം. ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് ചീത്തയായാൽ, കേടുവന്നാൽ ശരീരം മുഴുവൻ ചീത്തയായി. അല വഹിയൽ ഖൽബ്, ഏതാണ് ആ മാംസക്കഷ്ണം? അറിയുക നിങ്ങൾ, അതാണ് ഹൃദയമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ യഥേഷ്ടം ചലിപ്പിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിന് അന്തർഭാഗത്തുള്ള അവയവം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയം നന്നായാൽ, ഖൽബ് ശുദ്ധമായാൽ, പരിശുദ്ധമായാൽ, നമ്മുടെ വാക്കുകൾ നന്നാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാകും, നമ്മുടെ ജീവിതം മുഴുക്കെ നന്നാകും. ഹൃദയത്തിനകത്ത് പരിശുദ്ധിയില്ലെങ്കിൽ, ഹൃദയങ്ങൾ പാപക്കറകളിൽ നിന്ന് മുക്തമല്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ മോശമാകും, നമ്മുടെ കാഴ്ചകൾ മോശമാകും, നമ്മുടെ കേൾവികൾ മലീമസമാകും, നമ്മുടെ പ്രവർത്തനങ്ങൾ വൃത്തികേടുകളാകും, നമ്മുടെ ജീവിതം മുഴുവൻ തിന്മകൾ അരങ്ങു തകർക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹൃദയം നന്നായി തീരാൻ, ഹൃദയം വെണ്മയുള്ളതാകാൻ നമ്മുടെ ഹൃദയത്തെ കറബാധിപ്പിക്കുന്ന തിന്മകൾ പ്രധാനപ്പെട്ട കാരണമാണ്. ഹൃദയം അത് ശുദ്ധീകരിക്കപ്പെടാൻ തടസ്സമാകുന്നത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നത് പോലെ തിന്മകളുടെ കറകളാണ്, പാപങ്ങളുടെ ഇരുട്ടാണ് ഹൃദയത്തിന്റെ വെണ്മയും പ്രകാശവും കെടുത്തിക്കളയുന്നത്, ഹൃദയത്തിന് മുദ്രവെക്കപ്പെടുന്ന അവസ്ഥയിൽ ഹൃദയത്തെ മലീമസമാക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥത്തിൽ തിന്മകൾ വിശിഷ്യ ഹൃദയത്തിനുണ്ടാക്കുന്ന കറ എന്താണ്, തിന്മകൾ കൊണ്ട് ഹൃദയത്തിനുണ്ടാകുന്ന ദൂരവ്യാപകമായ അനന്തരഫലങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ രോഗാതുരമായ അവസ്ഥ, തിന്മകൾ കൊണ്ട് നമ്മൾ ഇനി സൂചിപ്പിക്കാൻ പോകുന്ന തിന്മയുടെ അനന്തരഫലമായി ഹൃദയത്തിനു ബാധിക്കുന്ന കറകൾ, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, അതൊരു ഹൃദ്രോഗ വിദഗ്ധനും വിലയിരുത്താൻ സാധിക്കാത്ത രോഗങ്ങളാണ്. ഒരു മനഃശാസ്ത്ര വിദഗ്ധനും നിങ്ങൾക്ക് ഓതിത്തരാൻ പറ്റാത്ത രോഗനിർണയത്തിന്റെ പാഠങ്ങൾ ഇത് വായിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ഹൃദയത്തിലും ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള എന്ത് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ, നടത്താവുന്ന പരീക്ഷണങ്ങളിലും ഈ രോഗങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. കാരണം ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. മാ ലാ യഅലമുഹു ഇല്ലല്ലാഹ് സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ രോഗത്തെക്കുറിച്ച് നമുക്ക് അറിയിക്കുന്നവൻ. ഇതിന്റെ ചികിത്സ ഒരു മനഃശാസ്ത്ര വിദഗ്ധനും, ഒരു ഹൃദ്രോഗ വിദഗ്ധനും, ഒരു കാർഡിയോളജിസ്റ്റിനും ഹൃദയത്തിന് ബാധിക്കുന്ന ഈ രോഗങ്ങൾക്കുള്ള ചികിത്സ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കുകയില്ല. ഇല്ലാ അതിബ്ബാഉൽ ഖുലൂബ്, ഹൃദയത്തിന്റെ ആത്മാവിന്റെ ചികിത്സകരായ അമ്പിയാക്കൾക്കല്ലാതെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിന്റെ പാഠങ്ങൾ, ചികിത്സാ മന്ത്രങ്ങൾ
ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമല്ലാതെ നിങ്ങൾക്ക് ശ്രവിക്കാൻ സാധിക്കുകയില്ല എന്നാമുഖമായി ഓർമ്മപ്പെടുത്തട്ടെ. ഹൃദയത്തിൽ പാപങ്ങൾ ഉണ്ടാക്കുന്ന കറനിമിത്തം നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം, ഒരുപക്ഷേ ഇതൊരു നഷ്ടമായി പോലും നമുക്കൊരിക്കലെങ്കിലും തോന്നാത്ത നഷ്ടം എന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. വിശേഷ ഈ കാലഘട്ടത്തിൽ ഒന്നാമതായി ഞാൻ പറയട്ടെ, ഹിർമാനുൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനം തടയപ്പെടുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹിയിന്റെ പ്രകാശമാകുന്ന അറിവിന്റെ വചനാമൃതങ്ങൾ അത് നിങ്ങൾക്ക് തടയപ്പെടുമെന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഓരോ അടിമക്കും ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന പ്രകാശമാണ് ദീനിന്റെ അറിവ് എന്നുള്ളത്. അത് പാപങ്ങൾ കൊണ്ട് തല്ലിക്കെടുത്തരുത്. പാപങ്ങൾ അതിന്റെ പ്രകാശം കെടുത്തിക്കളയും. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് മുസ്ലിം ഉമ്മത്തിന്റെ അഇമ്മത്തുകളിൽ വിജ്ഞാന കുതുകകളിൽ എണ്ണപ്പെടുന്ന മഹാനായ അലിമാം ശാഫിഈ റഹിമഹുല്ലാഹ്, അദ്ദേഹം ചെറുപ്പത്തിൽ തന്റെ ഗുരുനാഥനായ അലിമാം മാലിക് റഹിമഹുല്ലയുടെ അടുക്കൽ പഠിക്കാൻ വേണ്ടി ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ പഠനം ആരംഭിച്ചതിന്റെ പ്രാരംഭ കാലഘട്ടം അലിമാം ശാഫിഈ റഹിമഹുല്ലയുടെ ബുദ്ധിവൈഭവവും അദ്ദേഹത്തിന്റെ ഗ്രാഹ്യശേഷിയും അദ്ദേഹത്തിന്റെ പഠന മികവും ഇമാം മാലിക് റഹിമഹുല്ലയെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഇമാം ശാഫിഈയോട്, തന്റെ ശിഷ്യനോട് വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം ഉപദേശിച്ചു, ഇന്നി അറല്ലാഹ ഖദ് അൽഖാ അലാ ഖൽബിക നൂറ. ഓ ശാഫിഈ, നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ വിജ്ഞാനത്തിന്റെ പ്രകാശം നൽകിയിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ വിജ്ഞാനങ്ങൾ അത് പകർന്നെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അല്ലാഹു പ്രകാശം ഇട്ടു തന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഫലാ തുത്ഫിഉഹു ബിദുൽമത്തിൽ മഅസിയ. അതുകൊണ്ട് തിന്മകളുടെ ഇരുട്ടുകൊണ്ട് ഇൽമിന്റെ അറിവിന്റെ പ്രകാശത്തെ നീ കെടുത്തിക്കളയരുത്, ഇല്ലാതാക്കരുത് എന്ന് ഇമാം ശാഫിഈ റഹിമഹുല്ലയെ ഇമാം മാലിക് റഹിമഹുല്ല ഉപദേശിക്കുകയാണ്. പിന്നീട് അലിമാം ശാഫിഈ റഹിമഹുല്ല പറയുകയുണ്ടായി, ശകൗതു ഇലാ വകീഇൻ സൂഅ ഹിഫ്ളി ഫഅർശദനി ഇലാ തർക്കിൽ മആസി വഅഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസിൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുനാഥനോട് തനിക്ക് മനപ്പാഠത്തിനുള്ള ശേഷി കുറഞ്ഞുവോ, തന്റെ മനപ്പാഠത്തിൽ ഒരു പിഴവ് സംഭവിച്ചുവോ എന്ന് ഭയപ്പെട്ടപ്പോൾ അദ്ദേഹം ആവലാതി ബോധിപ്പിച്ചു. ഗുരുനാഥനായ വക്കീഅ ഉപദേശിച്ചു, നീ പാപങ്ങൾ ഒഴിവാക്കണം, നീ തിന്മകൾ ഒഴിവാക്കണം. കാരണം അഖ്ബറനി ബിഅന്നൽ ഇൽമ നൂറുൻ, അല്ലാഹുവിന്റെ ദീൻ, അതിന്റെ അറിവുകൾ എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദാ ലിആസിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശം പാപികൾക്ക്, തിന്മകൾ പ്രവർത്തിക്കുന്നവർക്ക് നൽകുകയില്ല എന്ന് അലിമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, നമ്മൾ ശ്വസിക്കുന്ന വായുവിനേക്കാൾ, നമ്മൾ ഭുജിക്കുന്ന ഭക്ഷണത്തെക്കാൾ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തെക്കാൾ, ദുനിയാവിൽ നാം നേടുന്ന ഏതിനേക്കാളും അമൂല്യമാണ് ഏഴാകാശങ്ങൾക്ക് മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മധ്യസ്ഥതയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വഹ്യായി ഈ മാലോകത്തേക്ക് പെയ്തിറങ്ങിയ അല്ലാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ ഓരോ ശകലങ്ങളും, ഓരോ നുറുങ്ങുകളും അതറിയാത്തവർ അറിയുന്നില്ല, അത് മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കുന്നില്ല, അതിന്റെ ആസ്വാദനം അതനുഭവിക്കാത്തവർ അവർക്കിത് പറഞ്ഞാൽ മനസ്സിലാക്കുകയില്ല. അതുകൊണ്ട് തിന്മകൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അല്ലാഹുവിന്റെ ദീനിന്റെ അറിവിന്റെ പ്രകാശം ഹൃദയത്തിൽ കെട്ടുപോകുമെന്നതാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമതായി ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, തിന്മകൾ പ്രവർത്തിക്കുന്നവരുടെ ഹൃദയത്തിൽ അല്ലാഹുമായുള്ള ബന്ധത്തിൽ ഒരേകാന്തത അനുഭവപ്പെടും. അല്ല, അവന്റെ ജീവിതത്തിൽ മൊത്തത്തിൽ വിരസതയും ഏകാന്തതയും മടുപ്പും ശൂന്യതയും അനുഭവപ്പെടും. തിന്മകൾ പ്രവർത്തിക്കുന്നവർ അതുകൊണ്ട് അവരുടെ ശൂന്യതയും ഏകാന്തതയും വിരസതയും അത് മറന്നുകളയാൻ വേണ്ടി ലഹരിക്കും തിന്മകളിൽ നിന്ന് തിന്മകളിലേക്കും അപഥസഞ്ചാരം നടത്തും. ഒരു വേള ജീവിതത്തിൽ എന്തും നേടി എന്ന് അഹങ്കരിച്ചിട്ടും അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ ദുനിയാവിന്റെ സുഖലോലുപതയുടെ അങ്ങേത്തലയിൽ അവർ വിരാജിച്ചിട്ടും അവരൊരു വേള ഒരു കയർത്തുരുമ്പിൽ
ആത്മഹത്യാ പ്രേരണയിൽ ജീവിതമൊടുക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആധുനിക കാലഘട്ടത്തെ സെലിബ്രിറ്റികളുടെ ആത്മഹത്യാ വാർത്തകൾ നമുക്കന്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ പ്രവർത്തിക്കുന്നവർ അവർ ഹൃദയത്തിൽ ശൂന്യത അനുഭവപ്പെടും, അവർ ഡിപ്രഷനിലാകും, അവർ ഉത്കണ്ഠയിലാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകൾ പ്രവർത്തിക്കുന്നവരുടെ ഹൃദയത്തിൽ അല്ലാഹു പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചുവല്ലോ, ഹൃദയത്തിൽ കറുത്ത പാട് വീഴുമെന്ന്. ആ കറുത്ത പാട് അവരുടെ ഹൃദയത്തിൽ ശൂന്യതയും വിരസതയും ഉണ്ടാക്കും. എന്നാൽ ചിലർക്കിത് അനുഭവപ്പെടുക പോലുമില്ല. ചിലർക്ക് ഈ ശൂന്യതയും വിരസതയും അനുഭവപ്പെടുകയില്ല. കാരണം എന്താണ്? അവരുടെ ഹൃദയം നേരത്തെ പറഞ്ഞതുപോലെ മുദ്രവെക്കപ്പെട്ടിരിക്കും, ഹൃദയം കടുത്തുപോയിരിക്കും. യാതൊരു ചലനവുമില്ലാത്ത കരിക്കട്ട പോലെ വൈകൃതങ്ങൾ മാത്രം നിറച്ചുവച്ച ഒരു കുപ്പത്തൊട്ടിയായി മാറിയിരിക്കും. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞത്, മരിച്ച മയ്യിത്തിനെ പിന്നെ അവന്റെ ശരീരത്തിൽ മുറിവേൽപ്പിച്ചാൽ എന്ത് സ്വാധീനമാണ് ഉണ്ടാകുക? മയ്യിത്തിന്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കിയാൽ മയ്യിത്തിന് വല്ല എഫക്റ്റും ഉണ്ടാകുമോ? മയ്യിത്തിന് വല്ല വേദനയും ഉണ്ടാകുമോ? അതുപോലെ മരിച്ച ഹൃദയങ്ങളിൽ ഒരുപക്ഷെ ഇത് അനുഭവപ്പെട്ടേക്കുകയില്ല. പക്ഷേ പാപങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കീഴടക്കപ്പെടുന്ന ഹൃദയങ്ങളിൽ ഈ ശൂന്യതയും ഏകാന്തതയും ചിലപ്പോൾ അനുഭവിച്ചേക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുൻഗാമികൾ ചിലർ പറഞ്ഞു, ഇദാ കുൻത ഖദ് ഔഹശത്ക ദുനൂബു ഫദഅഹാ, നിന്റെ ഹൃദയത്തിൽ ഏകാന്തതയും ശൂന്യതയും വിരസതയും അനുഭവപ്പെടുന്നുവെങ്കിൽ, ജീവിതം മടുക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ തിരിഞ്ഞു നടക്കുക, നിന്റെ തിന്മകളെ നീ വിചാരണ ചെയ്യുക. ഫദഅഹാ, ജീവിതത്തിൽ നിന്ന് ഒഴിച്ചു നിർത്തുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകാന്തതയും ശൂന്യതയും വിരസതയും മടുപ്പും തിന്മകൾ ഹൃദയത്തിനുണ്ടാക്കുന്ന ദൂരവ്യാപകമായ വിപത്താണ്. മൂന്നാമതായി ഞാൻ പറയട്ടെ, ളുൽമത്തുൻ യജിദുഹാ ഫീ ഖൽബിഹി ഹഖീഖതൻ, ഹൃദയത്തിൽ ശരിക്കും അവൻ ഇരുട്ട് കാണും. കണ്ണുകൊണ്ടവൻ ഇരുട്ടിൽ തപ്പിത്തടയുന്നത് പോലെ, കണ്ണു കാണാത്തവന് ഭൂമി നിറയെ ഇരുട്ടാകുന്നത് പോലെ, ഹൃദയത്തിൽ പാപികൾ, തോന്നിവാസികൾ, ഹറാമുകൾ പ്രവർത്തിക്കുന്നവർ അവർ ഇരുട്ടനുഭവിക്കും. യഥാർത്ഥത്തിൽ ഹഖീഖതൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയത്തിൽ പ്രകാശം കെടുത്തിക്കളയും. നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിനകത്തെ നന്മകളും അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും ദീനിന്റെ പ്രകാശവും കെട്ടുപോയാൽ പിന്നെ എങ്ങനെയാണ് അവിടെ ഇരുട്ടല്ലാതെ മറ്റെന്തെങ്കിലും സ്ഥാനം പിടിക്കുക? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഇന്നലിൽ ഹസനതി ദിയാഅൻ ഫിൽ വജ്ഹ്, നന്മകൾക്ക് മുഖത്ത് തിളക്കമുണ്ടാകും. നന്മകൾ ചെയ്യുന്നവരുടെ മുഖത്ത് അത് തിളക്കമുണ്ടാക്കും. വനൂറൻ ഫിൽ ഖൽബ്, അവരുടെ ഹൃദയത്തിൽ അത് പ്രകാശം സമ്മാനിക്കും. വസഅതൻ ഫിർ റിസ്ഖ്, അവരുടെ ഉപജീവനത്തിൽ നന്മകൾ വിശാലതയുണ്ടാക്കും. വഖുവതൻ ഫിൽ ബദൻ, ശരീരത്തിൽ അത് ശക്തി സംഭരിക്കാൻ അവനെ സഹായിക്കും. വമഹബ്ബതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അല്ലാഹുവിന്റെ ശ്രേഷ്ഠരായ സൃഷ്ടികളുടെ ഹൃദയങ്ങളിൽ അവന് സ്ഥാനവും സ്നേഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. നന്മകളുടെ കാര്യം ഇതാണെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഇന്ന ലിസയ്യിഅതി സവാദൻ ഫിൽ വജ്ഹ്, തിന്മകൾ ഒരാളുടെ മുഖത്തിന്റെ തിളക്കം അതിന് മങ്ങലേൽപ്പിക്കും. അവൻ ചിലപ്പോൾ വെളുത്ത നിറമുള്ളവനാണെങ്കിലും അവന്റെ മുഖത്ത് നിങ്ങൾക്ക് ഈമാനിന്റെ പ്രകാശവും തിളക്കവും കാണാൻ സാധിക്കുകയില്ല. തൊലി വെളുപ്പിലല്ല കാര്യം, മുഖത്തെ പ്രകാശം അവന്റെ നിറം കറുത്തിട്ടാണെങ്കിലും നന്മകളിലുള്ളവരിൽ കാണാൻ സാധിക്കും. തിന്മകൾ ഹൃദയത്തിൽ ഇരുട്ടു ബാധിപ്പിച്ചവർ അതിന്റെ പ്രതിഫലനം അവരുടെ മുഖത്തിന് മങ്ങലേൽപ്പിക്കും. വളുൽമതൻ ഫിൽ ഖൽബ്, അവരുടെ ഹൃദയത്തിൽ തമസ്സുമുറ്റും, ഇരുട്ടുമൂടും, അന്ധകാരം നിറയും. വവഹനൻ ഫിൽ ബദൻ, ശരീരത്തിൽ ക്ഷീണമുണ്ടാക്കും, ശരീരത്തെ അത് ദുർബലമാക്കും, ക്ഷയിപ്പിച്ചു കളയും. വനഖ്സൻ ഫിർ റിസ്ഖ്, അവന്റെ ഉപജീവനത്തിൽ അത് കുറവുണ്ടാക്കും. വബിഗ്ദതൻ ഫീ ഖുലൂബിൽ ഖൽഖ്, അല്ലാഹുവിനെ ഭയപ്പെടുന്ന അവന്റെ അടിയാറുകളുടെ ഹൃദയത്തിൽ അവനോട് വെറുപ്പും അകൽച്ചയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. വൽഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, തിന്മകൾ ഉണ്ടാക്കുന്ന അനന്തരഫലങ്ങൾ നമ്മുടെ ഖൽബിൽ മാത്രമല്ല, നമ്മുടെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ റിസ്കിൽ, നമ്മുടെ ഉപജീവനത്തിൽ, നമ്മുടെ ദുനിയാവിൽ അവരെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിന്റെ നക്കാപ്പിച്ചകൾക്ക് വേണ്ടി അല്ലാഹു ഹറാമാക്കിയത്
സമ്പാദ്യമാർഗമാക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്ന് പറഞ്ഞ റിസ്കിന്റെ വിശാലത തിന്മകൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. പാപങ്ങൾ കുമിഞ്ഞുകൂട്ടി നീ സമ്പാദിക്കുന്ന ഓരോ നാണയത്തൊട്ടും ചില്ലിക്കാശും നിന്റെ ഹൃദയവും നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും നിന്റെ ശരീരത്തിന്റെ ശക്തി വരെ ക്ഷയിപ്പിക്കുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം ഹിർമാനു ത്വാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുക, നന്മകൾ പ്രവർത്തിക്കുക എന്നതിൽ നിന്ന് അവന് തടയിടപ്പെടും. സഹോദരങ്ങളെ, ചില ആളുകൾ ചിന്തിച്ചേക്കാം, ഞാൻ ഒരുപാട് തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കതിന് തക്കതായ തിരിച്ചടിയൊന്നും ജീവിതത്തിൽ നേരിട്ടിട്ടില്ലല്ലോ. എനിക്ക് സുഖങ്ങൾ മാത്രം, എനിക്ക് പ്രയാസരഹിതമായ ജീവിതം മാത്രം, എന്റെ ദുനിയാവ് ഇങ്ങനെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുൻപൊരു ഖുതുബയിൽ നിങ്ങൾ കേട്ടതുപോലെ അത് മറ്റൊരു ശിക്ഷയാണ്. സുഖങ്ങൾ വാരിക്കോരി നൽകി അവരെ പെട്ടെന്ന് അല്ലാഹു പിടികൂടാനുള്ള ഇസ്തിദ്റാജാണത്. മറ്റൊരു വശത്തിലൂടെ പറഞ്ഞാൽ, ഇനി നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്ക് തിരിച്ചടികളും അതിന്റെ അനന്തരഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ആ സമയത്ത് നന്മകൾ ചെയ്യാൻ നിങ്ങൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. ചെയ്യുന്ന തിന്മകൾ അത് ചെയ്യുന്നതിനു പകരം നന്മകൾ ചെയ്യാൻ അവസരം നിഷേധിക്കപ്പെട്ടു എന്നത് തന്നെ തിന്മയുടെ ഏറ്റവും വലിയ ശിക്ഷയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഇതിന്റെ തിരിച്ചറിവ് നമുക്ക് ചിലപ്പോൾ ഈ ദുനിയാവിൽ മരണം അടുക്കുന്നത് വരെ ചിലപ്പോൾ ഒരിക്കൽ പോലും ബോധ്യപ്പെടുകയില്ല. പക്ഷെ ഇതെപ്പോൾ തിരിച്ചറിയുമെന്നോ, തിന്മകൾ പ്രവർത്തിച്ച് ജീവിതം ഒടുങ്ങുന്ന അവസരത്തിൽ, മലക്കുൽ മൗത്ത് നമ്മെ സമീപിക്കുന്ന അവസരത്തിൽ നമ്മൾ പരിതപിക്കുന്ന ഒരു രംഗമുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത്, അങ്ങനെ അവരുടെ അരികിലേക്ക് മരണം ഓടിയെത്തുമ്പോൾ ഖാല റബ്ബിർജിഊൻ, അവർ പറയും, എന്റെ റബ്ബേ, എന്നെ ഒന്ന് മടക്കണേ, ജീവിതത്തിലേക്ക് എന്നെ മടക്കണേ. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്, അല്ലാഹുവേ, ഞാൻ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ ഞാൻ പ്രവർത്തിക്കട്ടെ റബ്ബേ. ചെയ്തിട്ടില്ല. ആയ കാലത്ത് യുവത്വത്തിന്റെ ചോരത്തിളപ്പിൽ, ഒഴിവു സമയത്ത്, ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത്, കൂട്ടുകാരോടൊത്ത് ഏകാന്തതയിൽ ആടിത്തിമിർത്ത് തിന്മകളിൽ ആറാടി അല്ലാഹുവിനെ മറന്ന് ധിക്കരിച്ച് പൊടുന്നനെ മരണം ക്ഷണിക്കാതെ അതിഥിയായി നിന്നെ തേടിയെത്തപ്പോൾ നീ പരിതപിക്കുന്ന ഈ പരിതാപവാക്കുണ്ടല്ലോ, വഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് വെറും പാഴ്വാക്കായി മാറുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ പ്രവർത്തിക്കുന്ന സമയത്ത് നന്മകൾ ചെയ്യാൻ നിനക്ക് തൗഫീഖ് ലഭിച്ചില്ല എന്നത് തിന്മകൾ കൊണ്ട് നേരിടുന്ന ഏറ്റവും വലിയ ദുര്യോഗമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ശൈആ, നന്മകളിൽ നിന്ന് എത്ര നിസാരമെന്ന് നീ വിചാരിച്ചാലും നീ നിസാരമാക്കി തള്ളിക്കളയരുത്. ഏതൊരു നന്മയും നിനക്ക് പരലോകത്തേക്ക് നിന്റെ തുലാസിൽ, നന്മയുടെ തുലാസിൽ കനം തൂങ്ങുന്ന കടുകുമണിയോളമുള്ള നന്മയാകട്ടെ, നിനക്കതുകൊണ്ട് പരലോകത്ത് നേട്ടം കണ്ടെത്താൻ സാധിക്കും. ഇതാണ് നാലാമത്തെ തിന്മയുടെ ഗുരുതരമായ അനന്തരഫലം, നന്മകൾ തടയപ്പെടുമെന്നതാണ്. അഞ്ചാമതായി സഹോദരങ്ങളെ, നാം കേൾക്കുക, തിന്മകൾ മറ്റു തിന്മകളെ വിത്തുപാകിയിട്ടേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഒരു തിന്മ മറ്റൊരു തിന്മയിലേക്ക് നമ്മെ ക്ഷണിക്കും, അത് മറ്റൊരു തിന്മയിലേക്ക്. തിന്മകളിൽ നിന്ന് തിന്മകൾ ജനിക്കും, തിന്മകൾക്കുള്ള വിത്തുപാകും. യാതൊരു സംശയവുമില്ല. നന്മകൾ മറ്റു നന്മകളിലേക്ക് നമ്മെ നയിക്കുന്നത് പോലെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഇന്ന മിൻ ഉഖൂബത്തി സയ്യിഅതി അസ്സയ്യിഅത ബഅദഹാ, തിന്മയുടെ ശിക്ഷയാണ് ദുനിയാവിൽ തിന്മക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയിൽപ്പെട്ടതാണ് ആ തിന്മക്ക് ശേഷം വീണ്ടും തിന്മ ചെയ്യുക എന്നത്. വഇന്ന മിൻ സവാബിൽ ഹസനതി അൽ ഹസനത ബഅദഹാ, നന്മകൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്നെ നൽകുന്ന പ്രതിഫലമാണ് നന്മക്ക് ശേഷം വീണ്ടും നന്മകൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകളിൽ നിന്ന് തിന്മകൾ ജനിക്കും, അവസാനം ആ തിന്മകളിൽ നിന്ന് വേർപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ തിന്മകൾ നമ്മെ കാർന്നു തിന്നും. ഇതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ കാര്യം ഞാൻ പറയട്ടെ, തിന്മകൾ അതിന്റെ അനന്തരഫലം നമ്മുടെ ഹൃദയത്തിൽ തിന്മകളോടുള്ള ഗൗരവം കുറക്കുമെന്ന് മാത്രമല്ല, അതിന്റെ മ്ലേച്ഛതയും വഷളത്തരവും ഇല്ലാതാക്കും. തിന്മകൾ അത് അഭിമാനമായി തോന്നുന്ന അവസ്ഥയിലേക്കെത്തും. അവന്റെ ജീവിതത്തിൽ അത് നിത്യസംഭവമായി മാറും. നാലാളുകൾ അത് ചെയ്യുന്നത് കാണുന്നതോ, ആരുമറിയാതെ ചെയ്തത്
നാലാളുകൾക്കിടയിൽ അഭിമാനപൂർവ്വം വിളമ്പുന്നതോ അവന് യാതൊരു പ്രശ്നവുമല്ലാതെ തോന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. കാണുന്നില്ലേ നമ്മൾ തിന്മയുടെ വക്താക്കൾ സിനിമയും തോന്നിവാസവും ഹറാമുകളും ജീവിതമായി വരുമാനമായി സമ്പാദ്യമായി അലങ്കരിക്കുന്നവർ, പൈശാചിക വൃത്തികൾ ചെയ്യുന്നവർ, അവർ തിന്മകളെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന തിന്മകളെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുമ്പോൾ, അതിലേക്ക് ക്ഷണിക്കുമ്പോൾ അവരിൽ നിന്ന് അതിനേക്കാൾ മറ്റെന്തു നമ്മൾ പ്രതീക്ഷിക്കാനാണ്? അതിനപ്പുറത്ത് മുസ്ലിം ഉമ്മത്തിനെ ഇത് വ്യാപകമായി ബാധിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഖേദത്തോടെ പറയേണ്ടി വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞില്ലേ, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിൽ തിന്മകൾ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞാൻ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്, അല്ലാഹു പുറത്തു നൽകുന്നതാണ്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നവർക്ക്. പക്ഷേ ഇല്ലൽ മുജാഹിരീൻ, അല്ലാഹു പുറത്തു കൊടുക്കാത്ത ഉമ്മത്തിൽ ഒരു വിഭാഗമുണ്ട്. അവർ മുജാഹിറുകളാണ്, തിന്മകളെ പരസ്യപ്പെടുത്തുന്നവരാണ്. വഇന്ന മിനൽ ഇജ്ഹാരി അൻ യസ്തുറല്ലാഹു അലൽ അബ്ദി സുമ്മ യുസ്ബിഹു യഫ്ലഹു നഫ്സഹു. എന്താണ് തിന്മകൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരാൾ ഒരു തിന്മ പ്രവർത്തിച്ചു, ആരും അറിഞ്ഞില്ല, അല്ലാഹു അതിനെ മറച്ചു വെച്ചു, ആരെയും അല്ലാഹു അറിയിച്ചില്ല, അവനെ വഷളാക്കിയില്ല. അങ്ങനെ അവൻ രഹസ്യമായി ചെയ്ത തിന്മ പിറ്റേന്ന് നേരം പുലർന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നു, സ്വന്തത്തെ അവൻ തന്നെ വഷളാക്കുന്നു. വയഖൂലു യാ ഫുലാൻ, അവന്റെ കൂട്ടാളികളെ വിളിച്ചു പറയുന്നു, ഓ ഫുലാൻ അമിൽതു യൗമ കദാ വകദാ കദാ വകദാ, ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ന ദിവസം ഇന്നതൊക്കെ പ്രവർത്തിച്ചു എന്നവൻ വീരഗാഥ പറയും. അവന്റെ തിന്മകൾ അഭിമാനപൂർവ്വം അവൻ അറിയാത്തവരോട് അല്ലാഹു മറച്ചുവച്ച തിന്മകളെ കുറിച്ച് പറയും. ഫയഹ്തികു നഫ്സഹു, സ്വന്തം അഭിമാനത്തെ അവൻ തന്നെ പിച്ചിച്ചൂന്തും. വഖദ് ബാത യസ്റുഹു റബ്ബു, റബ്ബ് മറച്ചുവച്ച തിന്മകൾ അവൻ പരസ്യപ്പെടുത്തും. ഇവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല എന്നാണ്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് തിന്മകളുടെ ആറാമത്തെ അനന്തരഫലം. അല്ലാഹു സുബ്ഹാനഹു വ തആല തിന്മകളിൽ നിന്ന് കാലാകാലം വിടവാങ്ങുന്ന, തിന്മകൾ നന്മകൾക്ക് തടസ്സമാകുന്നു എന്നറിഞ്ഞ് തൗബ ചെയ്ത് നന്മകളിൽ മുന്നേറുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد. സഹോദരങ്ങളെ, തിന്മകൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന മോശമായ അനന്തരഫലങ്ങളിൽ ഏഴാമതായി നാം പറയട്ടെ, തിന്മകളോടുള്ള ഗൗരവം അവരുടെ ഹൃദയത്തിൽ കുറയുന്നതോടൊപ്പം അതിനെ നിസ്സാരമായി കാണും. തിന്മകൾ പ്രവർത്തിക്കാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിലേക്ക് അവനത് കൊണ്ടെത്തിക്കും. തിന്മകളെ ഗൗനിക്കാതെ അവൻ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നത് പോലെ കൊണ്ടാടും. അല്ല, ചില ആളുകൾ അവരുടെ സംസാരങ്ങൾ തിന്മകൾ, അതിനെ കുറിച്ചുള്ള ഗൗരവം നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ ഇപ്രകാരമായിരിക്കും. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും? ആരപ്പോൾ അതൊക്കെ ചെയ്യാത്തതെന്നാണ്. സഹോദരങ്ങൾ, ആര് ചെയ്യുന്നു ആരും ചെയ്യുന്നില്ല എന്നതല്ല വിഷയം. തിന്മകൾ എത്ര നിസാരമാണെങ്കിലും, ആര് ചെയ്താലും ചെയ്തില്ലെങ്കിലും, വലുതാകട്ടെ ചെറുതാകട്ടെ, നീ ഒഴിവാക്കലാണോ തഖ്വ. തിന്മകളുടെ നിസാരത്തെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടത്, തിന്മകളുടെ ഏറ്റക്കുറച്ചിലല്ല നീ അളക്കേണ്ടത്. ആ തിന്മ ആരുടെ മുമ്പിലാണ് നീ പ്രവർത്തിച്ചത്? ആ തിന്മ കൊണ്ട് നീ ആരെയാണ് ധിക്കരിക്കുന്നത്? മഹാനായ റബ്ബിനെയാണെന്ന ബോധ്യമാണ് ഏത് തിന്മയും അതിൽ നകലാൻ ഒരു മുസ്ലിമിനെ പ്രേരിപ്പിക്കുന്നത്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ അഥറായി സ്വഹീഹുൽ ബുഖാരി നമുക്ക് വായിക്കാം, ഇന്നൽ മുഅ്മിന യറാ ദുനൂബഹു കഅന്നഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു മുഅ്മിൻ അവൻ ഏതൊരു തിന്മയാകട്ടെ, അതെത്ര നിസാരമാകട്ടെ, ആ തിന്മയെ അവൻ കാണുന്നത് പൊളിഞ്ഞു വീഴാറായ, തകർന്നു വീഴാറായ ഒരു മലയുടെ ചുവട്ടിൽ അവൻ ഇരിക്കുമ്പോൾ
ഏത് നിമിഷവും ആ പർവ്വതം തന്റെ മുകളിൽ പതിച്ചേക്കാമെന്ന ഭയത്തിൽ, ഭീതിയിൽ അവൻ ആ തിന്മയെ വീക്ഷിക്കുന്നു. ഇതുപോലെ പൊളിഞ്ഞു വീഴാറായ ഒരു പർവ്വതത്തിന് ചുവട്ടിൽ അതെപ്പോഴും പതിച്ചേക്കാം എന്ന ഭീതിയിൽ ഇരിക്കുന്നവനെ പോലെയാണ് തിന്മകളെ ഒരു മുഅ്മിൻ വീക്ഷിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നാൽ വഇന്നൽ ഫാജിർ, ചില റിപ്പോർട്ടുകൾ കാണാം, വഇന്നൽ മുനാഫിഖ്, ഇസ്ലാമിനെ പുറമേക്ക് അഭിനയിക്കുന്നവർ, ഉള്ളിൽ കുഫ്ർ ഒളിപ്പിക്കുന്നവർ, ധിക്കാരികൾ, തോന്നിവാസികൾ, പാപികൾ, ദോഷികൾ, യറാ ദുനൂബഹു കദുബാബിൻ വകഅല അൻഫി, അവരുടെ മൂക്കിന് തുമ്പത്ത് പാറിക്കളിക്കുന്ന ഒരീച്ചയുടെ ലാഘവത്തോടെ മാത്രമാണ് അവർ തിന്മകളെ കാണുക. ഒരീച്ച അവന്റെ മൂക്കിന്റെ തുമ്പത്ത് വന്നിരുന്നാൽ അവന്റെ കൈകൊണ്ടതിന് പാറിക്കുന്ന ലാഘവത്തോടെ. അത് ചെറുതല്ലേ, അത് നിസാരമല്ലേ, ആരാണ് ചെയ്യാത്തത്? അങ്ങനെ നോക്കിയാൽ ഇക്കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഈ ജാതി ന്യായങ്ങൾ ഈച്ചയെ ആട്ടിവിടുന്നത് പോലെ നിസാരമായി തിന്മകളെ കാണുക എന്നത് ഇത് ദുര്യോഗമാണ്, ഇത് ദുരവസ്ഥയാണ്, ഖൽബിനിരുട്ട് ബാധിക്കുന്ന ദുരന്തമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എട്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, തിന്മകൾ നമുക്ക് അപമാനവും നിന്ദയും സമ്മാനിക്കുമെന്നാണ്. അള്ളാഹു പറഞ്ഞില്ലേ, മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ. ആരാണോ ഇസ്സത്തും പ്രതാപവും അന്തസ്സും പ്രൗഢിയും ആഗ്രഹിക്കുന്നത്, അന്തസ്സ് മുഴുവൻ പ്രതാപം മുഴുവൻ അള്ളാഹുവിന് മാത്രമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന് മാത്രമാണ് ഇസ്സത്തെങ്കിൽ, അവൻ മാത്രമാണ് നമുക്ക് പ്രതാപം നൽകുന്നുവെങ്കിൽ, ഫല്യത്ലുബ്ഹാ ബിതാഅത്തില്ലാ, ആ റബ്ബിനോട് അവൻ അനുസരിച്ച് നന്മകൾ ചെയ്ത് തിന്മകൾ പ്രവർത്തിക്കാതെ ഇസ്സത്ത് നീ തേടിക്കോ, അന്തസ്സ് തേടിക്കോ. ഫഇന്നഹു ലാ യജിദുഹാ ഇല്ലാ ഫി ത്വാഅതി. അതുകൊണ്ട് പ്രതാപം ആഗ്രഹിക്കുന്നവരെ, അന്തസ്സും പ്രൗഢിയും ആഗ്രഹിക്കുന്നവരെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് ദീനിയായി ജീവിച്ച് പ്രതാപം നേടിക്കോ. തിന്മകൾ ചെയ്ത് തോന്നിവാസങ്ങളിൽ ആറാടി അഹങ്കാരത്തിന്റെ ഉത്തുംഗതയിൽ വിചാരിച്ച് നിനക്ക് പ്രതാപവും അന്തസ്സും ദുനിയാവിൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ആത്മാഭിമാനവും നിന്നെ വഞ്ചിക്കുന്നുവെങ്കിൽ നീ വിഡ്ഢിയാണ്, മഹാവിഡ്ഢിയാണ്, വിവരദോഷിയാണ്. അന്തസ്സും പ്രതാപവും അള്ളാഹു നൽകുന്നവരേ ഉള്ളൂ. അത് അള്ളാഹുവിനനുസരിച്ചുള്ള ജീവിതത്തിലെ കണ്ടെത്താൻ സാധിക്കൂ. അതുകൊണ്ട് തിന്മകൾ സമ്മാനിക്കുന്നത് അന്തസ്സല്ല, നിന്ദതയാണ്, അഭിമാനമല്ല, അപമാനമാണ് എന്ന് നമ്മൾ ഓർക്കുക. അതുകൊണ്ട് മുൻഗാമികൾ അവൻ ചിലർ ദുആ ചെയ്തതായി കാണാം, അല്ലാഹുമ്മ അഇസ്സനി ബിത്വാഅതിക്, അല്ലാഹുവേ നിന്നെ അനുസരിച്ചുകൊണ്ട്, നിന്നെ അനുസരിക്കുന്നതിലൂടെ എനിക്ക് നീ ഇസ്സത്ത് നൽകണമേ, പ്രതാപം നൽകണമേ. വലാ തുദില്ലനി ബിമഅസിയതിക്, നിന്നെ ധിക്കരിക്കുന്നതിലൂടെ എന്നെ നീ അപമാനിതനാക്കരുതേ, എന്നെ നീ പതിതനാക്കരുതേ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് വയാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ ത്വാഅതിക്. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم أعز الإسلام والمسلمين في كل مكان وأذل الشرك والمشركين في كل مكان. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأواهم يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.